എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭൂമി എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി മികച്ച പ്രവർത്തനങ്ങളാണ് ലൈഫ് മിഷന് കീഴിൽ നടക്കുന്നതെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ലക്ഷ്യത്തിലേക്കെത്താൻ 3 ലക്ഷം ഭവനങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മാന്നാറിലെ മാധ്യമ കൂട്ടായ്മ തങ്ങളുടെ സഹപ്രവർത്തകന് ഒരുക്കിയ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭൂമി എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. കേരളത്തിൽ നമ്മൾ അതിനുവേണ്ടി ഒരു മിഷൻ തന്നെ രൂപീകരിച്ചു, ലൈഫ് മിഷൻ. ഏതാണ്ട് ഒരു 3,67,000 വീട് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 70,000 വീട് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. കൂടാതെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ നമ്മൾ വീട് നവീകരണവും വീടും കൊടുക്കുന്ന പദ്ധതി പ്രത്യേകമായിട്ടുണ്ട്. ഇതിൽ ഇനിയും ഒരു 3 ലക്ഷം വീട് കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. കരീമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയേണ്ട കാര്യമില്ല. 46ാമത്തെ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ തലത്തിൽ ആരംഭിച്ച മാന്നാറിലെ ജനങ്ങളുടെ വലിയ സഹായം, ചില ആളുകൾക്ക് അതിനകത്ത് എല്ലാ തരത്തിലും ആത്മാർത്ഥമായ സഹായം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി മാധ്യമ സുഹൃത്തുക്കളും അവരും കൂടി ചേരുമ്പോഴാണ് ഇവിടെ പൈസയ്ക്ക് നല്ലൊരു വീട് എന്ന സ്വപ്നം ഇപ്പൊ യാഥാർത്ഥ്യമാകുന്നത്. അതിനൊരു പ്രത്യേക നന്ദിയും സ്നേഹവും കരീമിനോടും പ്രിയപ്പെട്ട സാജു ഭാസ്കർ, അൻഷാദ്, മുഹമ്മദ് ബഷീർ, എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഈ പദ്ധതി നിർമ്മിച്ച വീടിന്റെ താക്കോൽ പൈസയ്ക്ക് നൽകി ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. 4 പതിറ്റാണ്ടായി വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മാധ്യമപ്രവർത്തകൻ മാന്നാർ കുരട്ടിശ്ശേരി പുത്തൻ പീടികയിൽ PA അബ്ദുൾ ഫൈസിക്കും കുടുംബത്തിനുമാണ് മാന്നാറിലെ മാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. മാന്നാർ മീഡിയ സെന്ററും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KA കരീം ചെയർമാനായുള്ള ചോരാത്ത വീട് പദ്ധതിയും കൈകോർത്ത് സർക്കാർ ഫണ്ടും സുമനസ്സുകളുടെ സഹായവും സ്വീകരിച്ചായിരുന്നു വീട് നിർമ്മാണം. സമ്മേളനത്തിൽ മാന്നാർ മീഡിയ സെന്റർ പ്രസിഡന്റ് സാജു ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. KA കരീം പദ്ധതി വിശദീകരണം നടത്തി. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ്, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ, ചെറുകോൽ ശുഭാനന്ദാശ്രമം ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ, മാന്നാർ മീഡിയ സെന്റർ സെക്രട്ടറി അൻഷാദ്, പ്രൊഫസർ PD ശശിധരൻ, വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ, സുജിത് ശ്രീരംഗം, സതീഷ് കൃഷ്ണൻ, മുഹമ്മദ് ബഷീർ പാലക്കീഴിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാറിലെ ഒരു സുമനസ് സൗജന്യമായി നൽകിയ മാന്നാർ കുറ്റിയിൽമുക്ക് മിൽമ റോഡിനോട് ചേർന്നുള്ള 4 സെന്റ് സ്ഥലത്ത് 2 കിടപ്പുമുറി, ഹാൾ, സിറ്റൌട്ട്, അടുക്കള, ശുചിമുറി എന്നിവയോടെ ടൈൽ പാകി 10 ലക്ഷം രൂപ ചെലവിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ചോരാത്ത വീട് പദ്ധതിയിൽ നിർമ്മിക്കുന്ന 45ാമത്തെ വീടാണിത്. അക്രമ പ്രവർത്തനങ്ങളെ ജീവൻ രക്ഷാ പ്രവർത്തനമായി വ്യാഖ്യാനിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനോനില പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് M. ലിജു. നവകേരള സദസ്സ് ഗുണ്ടാ സദസ്സായി മാറുന്ന കാഴ്ചയാണ് സംജാതമായതെന്നും അദ്ദേഹം വിമർശിച്ചു. ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നവകേരള സദസ്സിന്റെ പേരിൽ ധൂർത്ത് നടത്തുന്നത് കണ്ടിട്ടാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ അതിനെ എതിർത്തത്. എന്നാൽ പ്രതിഷേധിക്കുന്നവരെ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് കേരളം പിന്നീട് കണ്ടത്. ഇത്തരം മർദ്ദനങ്ങളെ ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ടാണ് മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചതും. എന്നാൽ ഇതുകൊണ്ടൊന്നും ഭയപ്പെടാതെ കോൺഗ്രസ് പ്രതിഷേധം തുടരുകയായിരുന്നെന്നും M. ലിജു പറഞ്ഞു. പോലീസ് നരനായാട്ടിനെതിരെ കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ഫാസിസ്റ്റ് വിമോചന സദസ് കാവാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ തല ചെടിച്ചട്ടി കൊണ്ട് തല്ലിപ്പൊട്ടിക്കുമ്പോ, ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുമ്പോ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്നത് ചിരിക്കുന്ന ആളിന്റെ മനോനില പരിശോധിക്കേണ്ടതുണ്ട്. അന്ന് മുതൽ അദ്ദേഹം ഒരു സന്ദേശം കൊടുത്തു, കേരളത്തിലാകമാനം ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തും. നിങ്ങൾ എന്താ മിസ്റ്റർ വിജയൻ വിചാരിച്ചത്? എന്താണ് CPM വിചാരിച്ചത്? നിങ്ങളൊന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്മാറി പോകുന്നവരാണ് കേരളത്തിലെ ജനാധിപത്യ സമൂഹമാണോ? അന്ന് മുതൽ ഇങ്ങോട്ട് യൂത്ത് കോൺഗ്രസുകാർ തുടർച്ചയായ കരികുട പ്രകടനം നടത്തി. വിജയൻ പോകുന്നത് എങ്ങനെയാണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വാഹനം, ഒരു ബസ്, അതിന്റെ പിന്നാലെ 100-ൽ പരം വാഹനങ്ങൾ, നിരവധി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ. പിണറായി വിജയന്റെ വാഹനത്തിന് പിന്നാലെ കറുത്ത വാഹനത്തിൽ യമകിങ്കരന്മാരെ പോലെ അദ്ദേഹത്തിന്റെ ഗുണ്ടാകളായിരിക്കുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ. അതിന്റെ പിന്നാലെ വേറൊരു വാഹനത്തിൽ DYFIയുടെ ഗുണ്ടകൾ, കൊടുശ്ശേരിയും കിർമാണി മനോജ് എന്നൊക്കെ പറയുന്ന അതുപോലെ ആ ടൈപ്പിലുള്ള നിരവധി ക്രിമിനലുകൾ, പച്ച ക്രിമിനലുകളെ ഒരു വണ്ടിയിൽ പുറത്തു കൊടുക്കും. അപ്പൊ 100 കണക്കിന് പോലീസ്, അതിനോടൊപ്പം ക്രിമിനലുകൾ. ഇത് വിചാരിക്കുന്ന ഇത് കണ്ടിട്ട് ചെറുപ്പക്കാർ പിന്നോട്ട് പോകുമെന്നാണ്. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് CV രാജു അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്,
DCC ജനറൽ സെക്രട്ടറിമാരായ കെ ഗോപകുമാർ, PT സ്കറിയ, UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് ചേക്കോടൻ, നേതാക്കളായ പ്രൊഫസർ MG രാജഗോപാലൻ, G സൂരജ്, ജോഷി കൊല്ലാറ, D ജോസഫ്, റോബിൻ കഞ്ഞിക്കര, P ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നവകേരള സദസ്സിനായി യാത്ര ചെയ്തപ്പോൾ ആലപ്പുഴയിൽ ബസിനു നേരെ കരിങ്കൊടി കാണിച്ചതിൽ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആലപ്പുഴ സൗത്ത് പോലീസാണ് പരിക്കേറ്റവരുടെ മൊഴിയെടുത്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് കേസിലെ പ്രതികൾ. കൈനഗിരി കുട്ടമംഗലം SNDP ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പ് ആര്യാട് VVSD LP സ്കൂളിൽ ആരംഭിച്ചു. PP ചിത്തരഞ്ജൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി ഈ സ്കൂളിൽ വരുന്ന ഒരാഴ്ചക്കാലം നാഷണൽ സർവീസ് സ്കീമിന്റെ ഈ പരിശീലന പരിപാടി തിരഞ്ഞെടുക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും എന്ന സന്തോഷത്തോടുകൂടി ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള ദിവസങ്ങളാണ് നിങ്ങളിവിടെ കഴിയുന്നത്. പഠന കാലഘട്ടത്തിൽ നമ്മൾ ഏർപ്പെടുന്ന വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഈ വിദ്യാഭ്യാസ ജീവിതമെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേയൊക്കെ പക്വതയൊക്കെ വായിച്ച് മറ്റു മേഖലയിലൊക്കെ നിൽക്കുമ്പോഴാണ് ആ കാലത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകൾ നമ്മൾ പറയാറുള്ളത്. നാഷണൽ സർവീസ് സ്കീം വളരെ ആശയവ്യക്തതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. സാമൂഹ്യ അവബോധം വളർത്തിയെടുക്കുവാൻ അതോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും ചുമതലയും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനും NSS വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വിലപ്പെട്ടതാണ്. സമന്വയം 2023 എന്ന പേരിലാണ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ. ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ KA പ്രമോദ് അധ്യക്ഷനായിരുന്നു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ബിജുമോൻ മാലിന്യമുക്ത സന്ദേശം നൽകി. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിപിൻ രാജ് വൃക്ഷത്തൈ നടുന്നതിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ BR ബിന്ദു, പ്രോഗ്രാം ഓഫീസർ KP സുജിമോൾ, VVSD LP സ്കൂൾ സീനിയർ അധ്യാപിക ജോത്സ്ന ശ്രീയഖ് തുടങ്ങിയവർ സംസാരിച്ചു. കിടങ്ങറ സ്നേഹതീരം അഗതി മന്ദിരത്തിലെ അമ്മമാർക്കൊപ്പം ഒരു ദിവസം ചെലവഴിച്ച് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സന്ദർശനം. അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കാര്യം ബോധ്യമാവുകയായിരുന്നു. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം. അഗതി മന്ദിരങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരണം എന്ന അഭിപ്രായവും കുട്ടികൾ പങ്കുവച്ചു. ഞങ്ങൾ വന്ന് അവരുടെ കൂടെ ഇന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി ന്യൂ ഇയറിനുള്ള സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ കൂടെ ഞങ്ങൾ ആടുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ ഇതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ അഗതി മന്ദിരങ്ങളുടെ എണ്ണങ്ങളും ഓൾഡ് ഏജ് ഹോംസും ഒക്കെ ഒത്തിരി കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രായമായ അച്ഛനമ്മമാരെയൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വോളണ്ടിയേഴ്സിനും ഇപ്പോൾ വളരെ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ജീവിതം നയിക്കും. NSS വോളണ്ടിയർമാർ അമ്മമാർക്കായി കലാപരിപാടികൾ അവതരിപ്പിക്കുകയും അവർക്കായി അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിൽ പങ്കാളികളാവുകയും ചെയ്തു. ഞങ്ങൾ അവിടെ വോളണ്ടിയേഴ്സ് പ്രിപ്പയർ ചെയ്ത ഫുഡ് അമ്മമാർക്ക് കൊണ്ട് കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെയാണ്. കുറേ കലാപരിപാടികൾ ചെയ്തു. അവരെല്ലാം സന്തോഷിപ്പിച്ചു. അവർക്ക് ന്യൂ ഇയർ സമ്മാനങ്ങൾ കൊടുത്തു. പിന്നെ ഇനി അടുക്കളത്തോട്ട നിർമ്മാണത്തിന് ഞങ്ങൾ ഗ്രോബായൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് അടുക്കളത്തോട്ട നിർമ്മാണത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട്. ക്യാമ്പിൽ തയ്യാറാക്കിയ ഭക്ഷണം വോളണ്ടിയർമാർ അമ്മമാർക്കായി വിളമ്പുകയും അവരോടൊപ്പം ഇരുന്ന് കഴിക്കുകയും ചെയ്തു. അധ്യാപകരായ അജികുമാർ, രാജേഷ് കുമാർ, അഭിഷേക്, ജിൻസി തോമസ് എന്നിവരും കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്നു. സ്നേഹതീരത്തിൻ്റെ ഡയറക്ടർ സിസ്റ്റർ റോസ്, സിസ്റ്റർ മായ എന്നിവർ കുട്ടികളോട് ആശയവിനിമയം നടത്തി. തൃക്കൊടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന ക്യാമ്പിന് തുടക്കമായി. പായിപ്പാട് ഗവൺമെന്റ് UP സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുജിത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും കർമ്മസജ്ജരായി എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന
കഴിയുന്നവരായി NSS വോളണ്ടിയേഴ്സ് നിൽക്കണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഊർജ്ജത്തെ കാണിക്കുന്ന ചുമല കളർ അതിലുണ്ട്, വിശ്വമാനവതയെ കാണിക്കുന്ന നീല കളറുണ്ട്, 24 മണിക്കൂറും നിങ്ങൾ പ്രവർത്തിക്കണമെന്ന സൂചനയുള്ളതുണ്ട്. ഇങ്ങനെ വളരെ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് കൃത്യമായി അതിൻ്റെ ലോഗോ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ 24 മണിക്കൂറും കർമ്മ സജ്ജരായി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ കമ്മ്യൂണിറ്റി തല പല വർക്കുകൾ, പല പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തുണ്ടാകും. അതിലൊക്കെ ഒരുപാട് അറിവുകൾ സമ്പാദിക്കുക. നിങ്ങളെന്ന കേവലം ഞാനല്ലേ നമ്മൾ എന്നതിൽ നിന്ന് ഈ വിശാലമായ ലോകത്തേക്ക് നിങ്ങളെ കൈകോർത്ത് പിടിച്ചുകൊണ്ടു പോകുന്ന ആദ്യപടിയാണ് NSS. തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N സുവർണകുമാരി അധ്യക്ഷത വഹിച്ചു. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനു ജോബ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ അനുജ ലാലൻ, ജെസ്സി തോമസ്, പായിപ്പാട് ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ PG മനോജ്, JCI മുൻ പ്രസിഡന്റും റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ കോർഡിനേറ്ററുമായ ജോഷി കൊല്ലാപുരം, SSK കോട്ടയം പ്രതിനിധി ബിനു എബ്രഹാം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ A സജീന, പ്രോഗ്രാം ഓഫീസർ ബിജു ജോർജ്, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ പതാക ഉയർത്തിയ ശേഷം വിളംബര റാലിയോടെയാണ് ക്യാമ്പ് ആരംഭിച്ചത്. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി LDF-ലെ PM അഭിലാഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. 12-ൽ 8 വോട്ടുകൾ നേടിയായിരുന്നു അഭിലാഷിന്റെ വിജയം. വൈസ് പ്രസിഡന്റായിരുന്ന CPI-എമ്മിലെ MP സജീവ് അയോഗ്യനായതിനെ തുടർന്നാണ് വെളിയനാട് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ കൂറുമാറി എന്ന കേസിൽ വിധി വന്നതോടെയാണ് സജീവ് അയോഗ്യനായത്. ടെലഫോൺ എന്ന സ്വതന്ത്ര ചിഹ്നത്തിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചതെങ്കിലും അഭിലാഷ് CPI-യുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്ന് തന്നെ പറയാം. UDF-ലെ സനൽകുമാർ മൂലയിലായിരുന്നു എതിർ സ്ഥാനാർത്ഥി. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ 6 പങ്ക് പാടശേഖരത്തിന്റെ അകമ്പണ്ട് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. കുട്ടനാടൻ പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവിൽ 2ാം വാർഡിലാണ് ബണ്ട് നിർമ്മിക്കുന്നത്. നമ്മുടെ പാടശേഖരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളും വളരെ ചുരുക്കം പൈസ മാത്രമേ ഇതിന് വിനിയോഗിച്ചുള്ളൂ. 25 ലക്ഷം കുറച്ച് പോർഷനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അടുത്ത പ്രാവശ്യം ഇപ്പം നമ്മൾ പദ്ധതി രൂപീകരണത്തിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുട്ടനാട് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പദ്ധതിയിൽ പണം വയ്ക്കുമെന്ന് കൂടി പറയുകയാണ്. ഒപ്പം നമ്മൾ മോട്ടോർ തറയ്ക്ക് വേണ്ടിയിട്ട്, സബ്മേഴ്സിബിൾ പമ്പിന് വേണ്ടിയിട്ട് കുട്ടനാട്ടിലെ കർഷകരെ സഹായിക്കാൻ ഉതകുന്ന അത് മറ്റൊരു ഡിവിഷനിലേക്കും കൊടുക്കാറില്ല. കുട്ടനാട്ടിലേക്ക് മാത്രമാണ് പമ്പ് സെറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പണം മാറ്റിവെക്കുന്നത്. ആ രീതിയിൽ കർഷകരെ സഹായിക്കാൻ, നെൽകർഷകരെ സഹായിക്കാൻ ഉതകുന്ന പദ്ധതികൾ ഇപ്പോഴാണെങ്കിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈ കുട്ടനാട്ടിലെ കർഷകരുടെ നെല്ല് നമുക്കൊന്ന് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഗോഡൗൺ നമുക്ക് നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ നെല്ല് സമയബന്ധിതമായിട്ട് നമുക്ക് കൊയ്ത് അത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോഡൌണിനെ കുറിച്ച് ജില്ലാ പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഞങ്ങളും നിങ്ങളും എല്ലാം നമ്മൾ ഒരുമിച്ച് ഇനിയും കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഉദ്ഘാടന സമ്മേളനത്തിൽ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. 6 പങ്ക് പാടശേഖരത്തിന്റെ പടിഞ്ഞാറെ അകമ്പണ്ടിന്റെ നിർമ്മാണമാണ് നടക്കുന്നത്. തൂമ്പുകളുടെ അകവും മടവീഴ്ച സംഭവിച്ച ബണ്ടിന്റെ അകവും കല്ല് കെട്ടി സംരക്ഷിച്ച് ബണ്ട് നിർമ്മിക്കുന്നതാണ് പദ്ധതി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം D ഗീതാ ബാബു, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സജീവ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AD ആന്റണി, ലീനാമോൾ, 6 പങ്ക് പാടശേഖരം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇത്തിത്താനം 476-ാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിനായി പുതുതായി നിർമ്മിച്ച മന്ദിരം പ്രവർത്തന സജ്ജം. ശതാബ്ദി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 30-ന് മന്ത്രി VN വാസവൻ നിർവഹിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് KC വിൻസെന്റ് കണ്ണന്ത്ര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 476-ാം നമ്പർ ഇത്തിത്താനം സർവീസ് സഹകരണ ബാങ്ക് 100ന്റെ നിറവിലാണ്. ശതാബ്ദി സ്മാരകമായി നിർമ്മിച്ചിരിക്കുന്നത് ഓഡിറ്റോറിയത്തോടുകൂടിയ ഇരുനില കെട്ടിടവും. ശനിയാഴ്ച രാവിലെ 10-നാണ് ഉദ്ഘാടന പരിപാടികൾ. ഉദ്ഘാടന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും. ബാങ്കിന്റെ മുൻവശത്ത് ഉള്ള സ്ഥലം ഞങ്ങൾ നിർമ്മിച്ചു. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ ശനിയാഴ്ച 30-ാം തീയതി 10 മണിക്ക് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ശതാബ്ദി മന്ദിരത്തിൽ നമ്മളൊരു ATM സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തിത്താനം എന്ന് പറയുന്നത് ഒരു തികച്ച് ഗ്രാമപ്രദേശമാണ്. അവിടെ ഇന്നും
ATM ഒരു സഹകരണ ബാങ്കിലും ഒരു സ്ഥാപനത്തിലൊന്നും ATM ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിദാനം, പൊടിപ്പാറ, ഇളങ്കാവ് ആ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മേഖലയായതുകൊണ്ടാണ് നമ്മൾ ബാങ്കിൻ്റെ പുതിയ കെട്ടിടത്തിൽ ഒരു ATM സ്ഥാപിച്ചിരിക്കുന്നത്. ബാങ്കിൻ്റെ രണ്ടാം നിലയിൽ നമ്മൾ ഓഡിറ്റോറിയം ഏകദേശം 500 പേർക്ക് ഉൾക്കൊള്ളുന്ന ഓഡിറ്റോറിയമുണ്ട്. ആ ഓഡിറ്റോറിയത്തിന് നമ്മൾ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആയതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് ഏറ്റിരിക്കുന്നത് അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA. ശതാബ്ദി മന്ദിരത്തിൽ പുതുതായി ആരംഭിക്കുന്ന ATMന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MPയും ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLAയും നിർവഹിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലുള്ള മന്ദിരത്തിലെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിക്കും. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ മുൻ മന്ത്രി KC ജോസഫ് അനാച്ഛാദനം ചെയ്യും. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, കുറിച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ, രാഷ്ട്രീയ സാമൂഹിക സാമുദായിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ബാങ്കിന്റെ മുൻകാല ഭരണസമിതി അംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കഴിഞ്ഞ 24 വർഷങ്ങളായി തുടർച്ചയായി അംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകി വരുന്ന ബാങ്കാണ് 476 നമ്പർ ബാങ്ക്. 2022-23 വർഷം 25% ലാഭവിഹിതമാണ് നൽകുന്നത്. ഉദ്ഘാടനത്തിന്റെ പിറ്റേന്ന് ഡിസംബർ 31 പുതിയ ഓഡിറ്റോറിയത്തിൽ ബാങ്കിന്റെ പൊതുയോഗം ചേരും. പ്രസിഡന്റ് KC വിൻസെന്റിനൊപ്പം വൈസ് പ്രസിഡന്റ് ലൂയിസ് സേവ്യർ, ഡയറക്ടർ ബോർഡ് അംഗം NM ജോസഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി ടിങ്കിൾ P ജോൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളികൾ ആലപ്പുഴയിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി NTT-UIS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരപരിപാടി. ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് ഉടൻ വിതരണം ചെയ്യുക. ബോർഡിൽ നിന്ന് സർക്കാർ എടുത്ത 500 കോടിയിലേറെ രൂപ ഉടൻ തിരിച്ചേൽപ്പിക്കുക. നിർമ്മാണ സെസ് പിരിവ് കാര്യക്ഷമമാക്കുക. ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക. ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. AIUTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ദിനേശൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ യോഗത്തിൽ NTT-UIS ജില്ലാ ചെയർമാൻ K സത്യനാരായണൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം കൃഷ്ണമ്മാൾ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കൺവീനർ S അനിൽ പ്രസാദ്, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ പീറ്റർ, PV പങ്കജാക്ഷൻ, NK ശശികുമാർ, KP മനോഹരൻ, വിജയൻ, T ശശി, TK ഗോപിനാഥൻ, ബിജു സേവ്യർ, K ശശികുമാർ, C ബാബു എന്നിവർ സംസാരിച്ചു. ചെറുതന ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബി മാത്യു നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന, ഷാജൻ ജോർജ്, T മുരളി, സ്മിത മോൾ വർഗീസ്, മായാദേവി, ശരത് ചന്ദ്രൻ, ശ്രീകല സത്യൻ, അനില, ഉദ്യോഗസ്ഥർ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 12 നോയമ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ്. ദേവിക്ക് ചാർത്താനായി തങ്ക തിരുവാഭരണം വഹിച്ചുകൊണ്ട് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കാവുംഭാഗം തിരു എറാങ്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് കാവുംഭാഗം, മണിപ്പുഴ, പൊടിയാടി, വൈക്കത്തില്ലം, നെടുമ്പ്രം, നീരേറ്റുപുറം ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ഘോഷയാത്ര കടന്നുപോയ ഭാഗത്ത് ക്ഷേത്രത്തിന്റെയും ഹൈന്ദവ സംഘടനകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. റോഡിന്റെ ഇരുവശങ്ങളിലും നിലവിളക്ക് കത്തിച്ചും അലങ്കാര ദീപങ്ങൾ ചാർത്തിയും സ്ത്രീഭക്തർ താലപ്പൊലിയേന്തിയുമാണ് തിരുവാഭരണ ഘോഷയാത്രയെ വരവേറ്റത്. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുവാഭരണ ഘോഷയാത്രയിൽ ക്ഷേത്ര മുഖ്യ കാര്യദർശിമാരായ രാധാകൃഷ്ണൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം ദേവിക്ക് തിരുവാഭരണം ചാർത്തി അഷ്ടൈശ്വര്യ ദീപാരാധന നടന്നു. മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഘോഷയാത്രയും തുടർന്ന് നടന്ന ചടങ്ങുകൾക്കും മീഡിയ കൺവീനർ അജിത് പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് MP,
സെക്രട്ടറി PK സ്വാമിനാഥൻ എന്നിവർ നേതൃത്വം നൽകി. SLDP യോഗം 2-ാം നമ്പർ ശാഖ കാവാലം ചെറുകര ജ്ഞാനീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തിരുവാതിര ദർശനം ആചരിച്ചു. വിവിധ ടീമുകൾ ക്ഷേത്രനടയിൽ അവതരിപ്പിച്ച തിരുവാതിര കളിയും ആകർഷകമായി. ഇളനീർ ഘോഷയാത്ര, ഇളനീർ അഭിഷേകം, നാമജപ ലഹരി, ശിവമഹാത്മ്യ പ്രഭാഷണം, അൻപൊലിപ്പറ, ഉമാമഹേശ്വര പൂജ, മഹാപ്രസാദമൂട്ട്, തിരുവാതിര പുഴുക്ക്, തിരുവാതിര കളി ഇവയെല്ലാം തിരുവാതിര ദർശനത്തിൻ്റെ ഭാഗമായി നടത്തിയിരുന്നു. ദീപാരാധനയ്ക്ക് ശേഷം തിരുവാതിര കളിക്ക് മുൻപായി ആലപ്പുഴ ഡെപ്യൂട്ടി കളക്ടർ H. രൂപേഷ് KAS ഭദ്രദീപം പ്രകാശനം ചെയ്തു. ഭദ്രദീപം കത്തിക്കാനുള്ള സാഹചര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജീവിതം അർത്ഥവത്താകുന്ന കുറച്ച് നിമിഷങ്ങളാണിതെല്ലാം. ഇത് ഒരുപാട് കാലഘട്ടം നമുക്കത് കിട്ടണമെന്നില്ല. അപൂർവമായി കിട്ടുന്ന മഹാഭാഗ്യങ്ങളിലൊന്നാണ് മഹാദേവന്റെ മുന്നിൽ വന്ന് ഭദ്രദീപം തെളിയിക്കുക എന്നുള്ളത്. ഇന്നിവിടെ ഉത്സവമാണ്. ഉത്സവത്തിന്റെ പ്രത്യേകത നിങ്ങളെല്ലാം വളരെയേറെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. ഒരു ദേശം മൊത്തം ഒന്നാകുകയാണ്. ഈ ദേശത്തിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന മഹാദേവന്റെ മണ്ണിൽ നിങ്ങൾക്ക് ഇന്ന് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന സമയം ഈ വർഷത്തിൽ ഏറ്റവും മഹത്തായ സമയമാണ്. തുടർന്നായിരുന്നു ക്ഷേത്രനടയിൽ വിവിധ ടീമുകളുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര കളി. ചടങ്ങുകൾക്ക് ശാഖായോഗം പ്രസിഡന്റ് ശിവദാസ് ആതിരയും സെക്രട്ടറി അജീഷ് ചക്കിട്ടപ്പറമ്പും നേതൃത്വം നൽകി. ശാഖായോഗം വനിതാ സംഘം ഫണ്ട് ശേഖരണത്തിനായി ഏർപ്പെടുത്തിയ കൂപ്പൺ നറുക്കെടുപ്പും ഇതോടൊപ്പം നടത്തുകയുണ്ടായി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5870 രൂപ, പവന് 46,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.